നമസ്കാരം. ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രഫാസ് വഞ്ഞറമൂടാണ്. നമുക്കിന്ന് നല്ലൊരു വീട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്തിന് സമീപമായിട്ടാണ്. ശ്രീകാര്യം ലൊയോള സ്കൂളിന് സമീപമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു വീട് 4 സെന്റിൽ 1600 സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വീട് എന്ന് പറയുന്നത് കിഴക്ക് ദർശനമുള്ളൊരു വീടാണ് കേട്ടോ. കിഴക്ക് ദർശനം ഉള്ള വീടൊക്കെ നോക്കി നടക്കുന്നവരുണ്ട്. അവർക്ക് എന്തുകൊണ്ടും നമുക്ക് ഈ ഒരു വീട് അനുയോജ്യമാണ്. നമ്മുടെ ഈ ഒരു വീട് ശ്രീകാര്യം ലൊയോള സ്കൂളിന് സമീപമായിട്ടാണ് വരുന്നത്. കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു വീട്ടിൽ നിന്നും ആലത്തറയിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. കൂടാതെ തന്നെ നമുക്ക് ആക്കുളത്തേക്കും വളരെയധികം ആക്സസിബിലിറ്റി ഉള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്ന ഏരിയ. കൂടാതെ കിംസ് ഹോസ്പിറ്റല്, അതുപോലെ തന്നെ ലോഡ്സ് ഹോസ്പിറ്റല്, നമുക്ക് ലുലു മാള്, അതുപോലെ തന്നെ എയർപോർട്ട് എന്നിവിടങ്ങളിലേക്കെല്ലാം വളരെയധികം ആക്സസിബിലിറ്റി ഉള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്ന ഏരിയ. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നും ആലത്തറയിലേക്ക് പോകാൻ വെറും 400 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഉള്ളൂർ, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് എന്നീ ഭാഗങ്ങളിലേക്ക് പോകാനും വളരെ എളുപ്പമാണ്. നമുക്ക് വീടിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ സ്ലൈഡിങ് ഗേറ്റാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്ലൈഡിങ് ഗേറ്റാണ് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടുത്തെ കാർ പാർക്കിംഗ് ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വലിയ വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ വണ്ടി കൂടി പാർക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് വാട്ടർ അക്സസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ്റെ പൈപ്പ് കണക്ഷനാണ് നമുക്ക് ഇവിടെ വരുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ചെടികൾ, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കൃഷികളൊക്കെ ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഒരു സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയ കൃഷി ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു ഏരിയ തന്നെയുണ്ട്. നമുക്ക് ചെറിയ കൃഷി ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ചെറിയ വെണ്ടയ്ക്കോ, അതുപോലെ തന്നെ തക്കാളി, അതുപോലെ തന്നെ നമുക്ക് ചീര, അങ്ങനെയുള്ള ഒരു കൃഷി ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് കൂടി നമുക്ക് ഈ ഒരു വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നു.
നമ്മുടെ ഈ ഒരു വീട് 1600 സ്ക്വയർ ഫീറ്റിൽ 4 സെന്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്ക് ദർശനമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. ഈ ഒരു വീട്ടിൽ നമുക്ക് ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു സിറ്റ് ഔട്ട്, 3 ബെഡ്റൂം, ഒരു ബാൽക്കണി, ഇത്രയുമാണ് വരുന്നത്. നമ്മുടെ ഈ ഒരു വീടിൽ 2 ബെഡ്റൂം താഴെയും അതുപോലെ തന്നെ 1 ബെഡ്റൂം മുകളിലുമായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് താഴെ 2 ബെഡ്റൂം നോക്കി നടക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് ഈ ഒരു വീട് എന്തുകൊണ്ടും വളരെ അനുയോജ്യമായിട്ടുള്ള ഒന്നാണ്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഒതുങ്ങിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്. കൂടാതെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് വരുന്നു. നമുക്ക് വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് പോകുമ്പോൾ ഇവിടെ ഡോറ് തേക്കിന്റെ തടിയിലാണ് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് നല്ല ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. നമുക്ക് വീടിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ തന്നെ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് തറ ചെയ്തിരിക്കുന്നത് 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത്, അതായത് ഇന്റീരിയർ ഭാഗം വളരെ നന്നായിട്ടുള്ള രീതിയിൽ ഉള്ള ഡിസൈനാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഈ മുകൾ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല ഒരു വേറെ എങ്ങും കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇവിടെ വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് എല്ലാം നമുക്ക് നല്ലൊരു ഗോൾഡൻ കളറും അതുപോലെ തന്നെ ഇവിടെ നല്ല ഒരു വുഡിൻ്റെ കളറും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തെ സീലിങ്ങിൽ വരുന്നത്. ഈ ഒരു ഭാഗത്തും അങ്ങനെ ഒരു നല്ല ഒരു ഡിസൈനാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു ഭാഗത്തും വരുന്നത്. നമുക്ക് ഡൈനിങ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. കൂടാതെ തന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചണും വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു വാഷ് ബേസ് ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നു. കൂടാതെ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കൂടി വരുന്നു. നമുക്ക് വീടിൻ്റെ ഉൾഭാഗത്തേക്ക് വരുമ്പോൾ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെ അത്യാവശ്യം സ്പേസ് കിട്ടത്തക്ക രീതിയിലുള്ളൊരു ഏരിയ തന്നെ നമുക്കിവിടെ വരുന്നുണ്ട് കേട്ടോ. കൂടാതെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നു. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചന്ദന കളർ പെയിൻ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വരുമ്പോൾ ഫ്ലോർ 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ടോയ്ലറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക്
ഈ ഒരു ഭാഗത്ത് നമുക്ക് ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ ഫ്ലോറൊക്കെ എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് വരുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോഴുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഏരിയ തന്നെ വരുന്നുണ്ട് കേട്ടോ. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഫ്ലോർ വരുമ്പോൾ ഇവിടെയും 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അത് നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള നല്ലൊരു സ്പേസ് കൂടി നമുക്കൊരു മുകൾ ഭാഗത്തെ റാക്കിൽ വരുന്നു. നമുക്കിവിടെ ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്നും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രമാണ് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള ഒരു ഓപ്പൺ കിച്ചണാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നല്ല ഡിസൈനിലുള്ള ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കൊരു വെറൈറ്റി ഡിസൈനാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് കേട്ടോ. നല്ല ഒരു കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു കിച്ചൺ സൈഡിൽ വരുന്നത്. ഈ ഒരു കളർ ഒരു വെറൈറ്റി ഒരു കളറാണ്. കൂടാതെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു സ്റ്റോറേജ് സ്പേസ് കൂടി നമുക്ക് കിച്ചൺ സൈഡിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല വൈറ്റ് കളർ പ്രീമിയം കളറാണ് നമുക്കിവിടെ ഈ ഒരു സ്റ്റോറേജ് ഏരിയയുടെ ഭാഗത്ത് വരുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തും നല്ലൊരു വൈറ്റ് കളറാണ് നമുക്കിവിടെ വരുന്നത്. കൂടാതെ തന്നെ മുകൾ ഭാഗത്തെല്ലാം നമുക്ക് നല്ല ഒരു സ്റ്റോറേജ് ഏരിയ കിട്ടുന്നു. അതുപോലെ തന്നെ നമുക്ക് താഴ്ഭാഗത്തായാലും നമുക്ക് നല്ലൊരു ഏരിയ സ്റ്റോറേജ് ഏരിയയാണ് കാണാനായിട്ട് കഴിയുന്നത്. കൂടാതെ നമുക്ക് ഇവിടുത്തെ ഫ്ലോറ് ഹൈ ക്വാളിറ്റി ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വാഷ് സ്പേസ് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഇവിടുത്തെ ഡോർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ഒരു ഡബിൾ ഡോറാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ. കൂടാതെ തന്നെ നമുക്കൊരു താഴ്ഭാഗത്തും കൂടിയുള്ള ഒരു ഡബിൾ ഡോറാണ് നമുക്ക് ഈ ഒരു കിച്ചൺ സൈഡിലേക്ക് വരുന്നത്. നമുക്ക് കിച്ചൺ സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയയ്ക്ക് പറ്റിയ ഒരു സ്പേസ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ തന്നെ നമുക്കിവിടെ ഒരു ചെടി അതുപോലെ തന്നെ നമുക്ക് ചെറിയ സസ്യങ്ങളൊക്കെ എല്ലാം വെച്ച് പിടിപ്പിക്കാൻ കഴിയുന്ന ഒരു ഏരിയ കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു.
ഭാഗത്തേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് തന്നെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് വളരെ വലിയ ഒരു ഏരിയ തന്നെ നമുക്ക് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് മുകൾ ഭാഗത്തെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബാൽക്കണി സൈഡ് വരുന്നത്. നമുക്ക് വീടിൻ്റെ ഒരു സ്റ്റെയർ കേസ് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നല്ലൊരു ലൈറ്റ് പച്ച കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ളൊരു ലൈറ്റ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തെ ലിവിങ് സ്പേസിലേക്ക് വരുമ്പോൾ രണ്ട് ഡിസൈനിലുള്ള അതിമനോഹരമായിട്ടുള്ള ലൈറ്റ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഓക്കെ, മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള റൂമാണ്. മുകൾ ഭാഗത്ത് ഒറ്റ റൂമേ ഉള്ളൂ. ഈ ഒരു റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടുന്ന ഒരു ഏരിയ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ചന്ദന കളറാണ് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇവിടെയും 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു. നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് മുകൾ ഭാഗത്തെ റാക്കിൽ നല്ല ഒരു സ്പേസ് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ എല്ലാം നമുക്ക് നല്ല ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെ വരുന്നു. നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ മുകൾ ഭാഗത്തെ ലിവിങ് ഏരിയയിൽ നിന്നുള്ള ഒരു ഓപ്പണിംഗ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ട്. നമുക്കൊരു വാഷിംഗ് മെഷീൻ വെക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു ഏരിയ കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് നല്ലൊരു ഓപ്പൺ സ്പേസ് ആയിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാളിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ബാൽക്കണി സൈഡാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെയൊക്കെ എല്ലാം നമുക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് നമുക്ക് ഈ ഒരു ഏരിയ. കൂടാതെ തന്നെ നമുക്ക് ഇവിടുത്തെ സ്റ്റെയർ കേസ് വരുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഡയറക്റ്റ് എൻട്രിയാണ് നമുക്ക് സ്റ്റെയർ കേസിലേക്ക് പോകുന്ന ആ വഴി. ഈ ഒരു മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കൊരു സോളാർ സിസ്റ്റം എല്ലാം വെക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു ഏരിയ കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊരു ഏരിയ യൂസ് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മുകൾ ഭാഗത്തെ ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ല ഒരു ഏരിയ ആണ്. ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാം നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇതിന് ചുറ്റാകല ഇവിടെ വീട്, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ വീട്, അതായത് 4 ചുറ്റും നമുക്ക് നല്ല ഒരു ഏരിയ ആയിട്ടാണ് വരുന്നത്. കട്ട് ചെയ്താണ്.
എന്തായാലും ശ്രീകാര്യത്തിന് സമീപമായിട്ടുള്ള നമ്മുടെ ഈ ഒരു വീട് വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടാതെ നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.